വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ലൊരു ചിക്കൻ സാൻഡ്വിച്ച് ആയാലോ? അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ 1.5 കപ്പ് വെള്ളത്തിലേക്ക് 1.5 കപ്പ് തന്നെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 2 എഗ്ഗാണ്. 2 എഗ്ഗും ഒഴിച്ചു കൊടുക്കാം. ഇനി 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ 1/4 കപ്പ് തന്നെ വെജിറ്റബിൾ ഓയിലും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ ആണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ചീച്ച ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം പതുക്കെ അടിച്ചെടുത്തിട്ട് ബാറ്റർ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നല്ലോണം കട്ട ഒന്നുമില്ലാതെ നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം നമുക്കത്. അപ്പോൾ കുറച്ച് മൈദ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം കലക്കിയിട്ട് ഒരു ഫോർക്ക് വെച്ചോ കയ്യിൽ വെച്ചിട്ടോ ഒക്കെ ആയിട്ടും അടിച്ചെടുക്കുക. എങ്ങനെ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ അടിച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നല്ല കട്ട ഒന്നും കൂടാതെ നമുക്ക് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മാരിനേഷൻ വേണം. അതിനൊരു സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഗാർലിക് പൗഡറാണ്. അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു 5-6 ഗാർലിക് എടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി ഇട്ടാലും മതി കേട്ടോ. പക്ഷേ ഗാർലിക് പൗഡറാണ് നല്ലത് കുറച്ചും കൂടെ. പിന്നെ ഒറിഗാനോ ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി 1 സ്പൂണ് കട്ട തൈരും ആഡ് ചെയ്യുന്നുണ്ട്. പുളി കുറഞ്ഞ കട്ട തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു മാരിനേഷനാക്കി നല്ലോണം കുഴച്ചെടുക്കണം. നമുക്ക് വെള്ളം അധികമില്ലാത്ത ഒരു അരപ്പനാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ പാപ്രിക്ക ആഡ് ചെയ്യുന്നുണ്ട്. പാപ്രിക്ക ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒഴിവാക്കുക. പക്ഷേ പാപ്രിക്ക ഇടുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഇങ്ങനെ അടുപ്പിച്ച് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ ഒന്ന് നല്ലോണം ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നല്ലോണം കട്ടിയിൽ തന്നെ നമ്മൾ മസാല തേച്ച് കൊടുക്കണം. ഓരോന്നിലേക്ക് നല്ല കട്ടിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പാടാണെന്നൊക്കെ തോന്നും. പക്ഷേ അല്ല, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുക, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നല്ലോണം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള പത്തിരി കലക്കി ഒഴിക്കുന്ന പത്തിരി പോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഓരോ കയ്യിൽ ഒഴിച്ചൊന്ന് മെല്ലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഓയിൽ പാനിൽ തടവിയിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് നല്ലോണം ഒന്ന് ചുറ്റിയിട്ട് പത്തിരി 2 സൈഡിലും ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ ഒരു സൈഡ് ആയിട്ട് തന്നെ മറ്റേ സൈഡിലേക്ക് മറിച്ചിടാൻ പാടുള്ളൂ. അപ്പം ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ പത്തിരിയും നമുക്കങ്ങനെ കലക്കി പറന്ന് ഒഴിച്ചെടുക്കണം കേട്ടോ. ഇനി ഈ നമ്മളെ ചിക്കൻ ബ്രസ്റ്റ് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഫുള്ളായിട്ട് യൂസ് ചെയ്യണത് വെജിറ്റബിൾ ഓയിൽ തന്നെയാണ്, വെളിച്ചെണ്ണ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഓയിൽ തന്നെയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ചിക്കനൊക്കെ നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ അതാ ചെറിയ കുറച്ച് ഓയിലാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. ഇനി ഓരോ സൈഡ് ആകുമ്പോൾ മറിച്ചിട്ട് നല്ലോണം വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നല്ലോണം 2 സൈഡും മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അതാ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ വരഞ്ഞ ഭാഗത്തൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അടുപ്പിച്ച് വരഞ്ഞതും. അപ്പോൾ ആ വരഞ്ഞ ഭാഗത്തൂടെ കട്ട് ചെയ്ത് എടുത്തതാണ്. ഇനി അതിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ പകുതി സവാള എടുക്കുന്നുണ്ട്. നീളങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തതാണ് കേട്ടോ. പകുതി വലിയൊരു സവാളൻ്റെ
പകുതി തന്നെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലേ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക, നല്ലോണം വഴണ്ട് കിട്ടണ്ട, ഒന്ന് വാടിയാൽ മതി. ഇനി അതിലേക്ക് എല്ലാ കളറിലും ക്യാപ്സിക്കം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓരോ ക്യാപ്സിക്കമാണ് എടുത്തത്. ചെറിയ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഓരോന്നും ഓരോ കളറിലും ഓരോന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമുക്ക് കിട്ടുന്ന കളേഴ്സ് യൂസ് ചെയ്താൽ മതി. ഇനി അതെല്ലാം നമുക്ക് ഒരു ടൈപ്പാണ് കിട്ടണമെങ്കിൽ അത് മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വരഞ്ഞ് മുറിച്ചിട്ട ചിക്കൻ ബ്രസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് കുറച്ച് നേരം ഒന്ന് നമുക്കൊരു 5 മിനിറ്റ് ഇത് ഇളക്കി കൊടുക്കണം. കാരണം ഇത് ഒന്ന് വഴണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ചിക്കൻ്റെ മസാലയൊക്കെ ഈ ഒരു മിക്സിലേക്ക് ഒന്നായി വരണം. ഇതിൽ നമ്മൾ ഉപ്പോ വേറെ മസാലകളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ആ ചിക്കൻ്റെ ആ ഫ്ലേവർ തന്നെയാണ് ഇതിൽ വരിക. അപ്പോൾ അത് മതി. ഇനി ഇതാ നമുക്കത് സാൻഡ്വിച്ച് ആക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 2 ടൈപ്പിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് നടുമടക്കി കൊടുക്കുക. എന്നിട്ട് ആദ്യം കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചിക്കൻ്റെ മസാല ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ മൊസറല്ല ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പം ചീസ് നിങ്ങൾക്ക് വേറെ ബ്ലോക്കാണ് കിട്ടണമെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതാ ഒരു കോണ് പോലാണ് ഞാൻ ആദ്യം മടക്കിയെടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒരു വശത്തുനിന്ന് അങ്ങോട്ടും മറ്റേ വശത്തുനിന്ന് ഇങ്ങോട്ടും ആക്കിയിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് നടുക്കൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ടൂത്ത് പിക്ക് വെച്ചിട്ട് നടുക്ക് കുത്തിയില്ലെങ്കിലും അതങ്ങനെ നിന്നോളും. പക്ഷേ ഫസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ആണെങ്കിൽ ടൂത്ത് പിക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് അടുത്തത് ഞാൻ സാധാ നമ്മൾ ഈ റോള് പോലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനും സെയിം സ്റ്റെപ്പ് തന്നെയാണ്. മൊസറല്ല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക. ഇതാണ് കുറച്ച് എളുപ്പമുള്ളത്. മറ്റേ ട്രയാങ്കിൾ കുറച്ച് ഫസ്റ്റിൽ ഉണ്ടാക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ ഇല്ല, അത് അങ്ങനെ തന്നെ കിട്ടും കേട്ടോ. കുറച്ച് വലിയ എന്താ പറയുക, ദോശ ഉണ്ടാക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ ഇത് ഞാൻ സെയിം കെച്ചപ്പ് ഇട്ട് പിന്നെയും കുറച്ചും കൂടെ മൊസറല്ല ഇട്ട് ഇതങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതും അങ്ങനെ റോൾ ചെയ്തെടുക്കാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു 7 സാൻഡ്വിച്ച് കിട്ടിയിട്ടുണ്ട് ഈ മസാലയിൽ കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ചീസൊക്കെ മെൽട്ടായിട്ട് അതങ്ങ് ഒട്ടിപ്പിടിച്ചോളൂ. അപ്പോൾ പിന്നെ ഈ സാൻഡ്വിച്ച് ഊരി പോകുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാനും ഒക്കെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ മുരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സാൻഡ്വിച്ച് തന്നെയാണ്. നല്ല കുറഞ്ഞ ചേരുവകൾ തന്നെ മതി നമുക്ക്. വലിയ പണികളൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. സൽക്കാരത്തിനും ഡിന്നറിനായാലും ഇനി ഗസ്റ്റ് വീട്ടിൽ വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.